RSS കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്രക്കൊള്ളയ്ക്കുമെതിരെ CPIM പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. RSS കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്ര കൊള്ളയടിക്കുന്നതിനുമെതിരെ CPIM സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു പരിപാടി. കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോൾ ഭരണഘടനയെ തകർക്കാനാണ് BJPയും സംഘപരിവാർ സംഘടനകളും ശ്രമിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇടതുപക്ഷം ആവശ്യപ്പെട്ട് നടപ്പാക്കിയ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഇതാണ് BJP അട്ടിമറിച്ചിരിക്കുന്നത്. ഇപ്പോൾ പദ്ധതിക്ക് പണം പോലും വകമാറ്റുന്നില്ലെന്നും പിണറായി പറഞ്ഞു. കേരളം RSSന് അടിയറവ് വെച്ചിരിക്കുകയാണെന്നും പിണറായി ആരോപിച്ചു. സമ്പന്നരാക്കുന്നതിനുള്ള നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പലതരത്തിലുള്ള ഇളവുകൾ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു, അതിസമ്പന്നർക്ക് നൽകുന്നു. അതോടൊപ്പം അവർ വാങ്ങുന്ന കടം, ആ കടം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടല്ല, അവർക്ക് നൽകുന്ന സൗകര്യമുണ്ടായിട്ട് കടം എഴുതുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടമാണ് എഴുതുന്നത്, വഴിവിട്ട് സഹായം. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അനുവദിച്ചിരുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായുള്ള സബ്സിഡികളുണ്ടായിരുന്നു, ഓരോന്നായി ഒഴിവാക്കുകയും പാവപ്പെട്ടവരെ ഒരു തരത്തിലും വിധാനം ചെയ്യാറില്ല. ഇപ്പോ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിലെ ഒരു കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങാനുള്ള അവസരം ലഭിക്കും. ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ, മുൻ MP P കരുണാകരൻ, CH കുഞ്ഞമ്പു, VV രമേശൻ, P അപ്പുക്കുട്ടൻ, രാജ്മോഹൻ, E പത്മാവതി, ബേബി ബാലകൃഷ്ണൻ, VPP മുസ്തഫ, പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.